കുറേ ആൾക്കാർ ഇപ്പോൾ അൾട്രാസൗണ്ട് ചെയ്തിട്ട് ഫാറ്റി ലിവർ എന്ന് ഒരുപാട് പേടിച്ചിട്ട് വരാറുണ്ട്. ആക്ച്വലി ഇത്ര ഭയപ്പെടേണ്ട കാര്യമാണോ ഫാറ്റി ലിവർ? ഫാറ്റി ലിവറിൻ്റെ ഏറ്റവും പ്രധാനമായ കാരണം എന്ന് പറയുന്നത് അമിതവണ്ണം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പുറമേയുള്ള കൊഴുപ്പ് ലിവറിലും അതുപോലെ തന്നെ അക്യുമുലേറ്റ് ചെയ്യാം. വിസറൽ അഡിപ്പോസിറ്റി എന്ന് പറയും. അപ്പോൾ അത് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാകുന്നതാണ് സാധാരണയായിട്ടും കാണുന്ന ഫാറ്റി ലിവർ. വേറെ കാരണങ്ങളുണ്ടോ ഫാറ്റി ലിവറിന്? ഡെഫിനറ്റ്ലി ഉണ്ട്. നമ്മളെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കാരണം ഫാറ്റി ലിവർ ഉണ്ടാവാം, മരുന്നുകൾ കാരണം ഫാറ്റി ലിവർ ഉണ്ടാവാം. ഏറ്റവും കോമൺ ആയിട്ട് കാണും മദ്യപിക്കുന്ന 90% കൂടുതൽ ആൾക്കാർ, 99% തന്നെ പറയാം, എല്ലാവർക്കും ഫാറ്റ് ലിവർ കാണാറുണ്ട്. ഇനി മെറ്റൽസിൻ്റെ ഡെപ്പോസിറ്റ്, വിൽസൺ പോലത്തെ ഡിസീസസിലും ഇതുപോലെ ഫാറ്റി ലിവർ ആയിട്ട് കാണാറുണ്ട്. ഗ്രേഡ് 2 ഫാറ്റി ലിവർ, ഗ്രേഡ് 3 ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് കുറേ ആൾക്കാർ വരാറുണ്ട്. ഫാറ്റി ലിവറിൻ്റെ ഗ്രേഡിനേക്കാൾ ഉപരി ഫൈബ്രോസിസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൊഗ്നോസ്റ്റിക് ഇൻഡിക്കേറ്റർ. ഫാറ്റി ലിവറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഗ്നോസ്റ്റിക് ഇൻഡിക്കേറ്റർ ഫൈബ്രോസിസ് സ്കോറാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ എന്തുകൊണ്ടാണ് ഫാറ്റി ലിവർ എന്നുള്ളതിൻ്റെ കാരണം നോക്കണം. ഡെഫിനറ്റ്ലി ആ ഒരു ബോഡി ഹാബിറ്റസിൽ മിക്കവാറും ആളുകൾ സാധാരണ രീതിയിൽ അത് സിമ്പിളായിട്ട് ഉള്ള അമിതവണ്ണം കാരണം തന്നെയാവാം. അപ്പം ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക, ഡെയിലി എക്സസൈസ് ചെയ്യുക, ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക. എന്നതിലൂടെ നമുക്കത് ഉണ്ടാവാണ്ട് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഇന്ന് ഫൈബ്രോസ്കാൻ വളരെ സുലഭമായിട്ടും നാട്ടിലെല്ലായിടത്തും ക്യാമ്പുകളായിട്ട് നടത്താറുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവരും ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫൈബ്രോസ്കാൻ ദയവ് ചെയ്തിട്ട് ചെയ്യാം. അതിൽ തന്നെ F2-ൻ്റെ മേലെ ഫൈബ്രോസിസ്, അതിൽ സ്കോറിങ് ഉണ്ടാവും. F2-ൻ്റെ മേലെ ഫൈബ്രോസിസ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണിക്കും.